Good morning all. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എവല്യൂഷൻ തിയറി ഓഫ് ലമാർക്ക് എന്നുള്ളതാണ്. സോ അപ്പോൾ ലമാർക്കിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് ഡി ലമാർക്ക് എന്നുള്ളതാണ്. അയാളൊരു ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ആണ്. നാച്ചുറലിസ്റ്റ് മേ ബി ആൻ എക്സ്പേർട്ട് ഓർ സ്റ്റുഡന്റ് ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. ലമാർക്ക് എപ്പോഴും ട്രൈ ചെയ്തിരുന്നത്, അയാൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരുപാട് നമുക്ക് ഡൈവേഴ്സ് ഓർഗാനിസംസ് ഉണ്ട് നമ്മുടെ ചുറ്റും. സോ അവരെ കുറിച്ചും അതുപോലെ തന്നെ അനിമൽസിന്റെ ഫോസിൽ റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫോസിൽസ് ഇങ്ങനെ അതിനെ നമ്മൾ ഒരു ഫോസിൽ ഗ്രൂപ്പ്സിനെ നമ്മൾ അനലൈസ് ചെയ്ത് ക്രോണോളജിക്കൽ ആൻഡ് ടാക്സോണമിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് ഫോസിൽ റെക്കോർഡ്സ്. അപ്പൊ ഈ ഫോസിൽ റെക്കോർഡ്സിൽ കാണുന്ന അനിമൽസിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അനിമൽസിനെ കുറിച്ചും ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ലമാർക്ക് എപ്പോഴും ട്രൈ ചെയ്തിരുന്നത്. സോ അപ്പോൾ ലമാർക്ക് പ്രപ്പോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആണ് 1809 1809 അത് പ്രപ്പോസ് ചെയ്തത്. സോ ലമാർക്കിന്റെ പോസ്റ്റ്മേറ്റ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ നീഡ്സ് ആണ്. Changes in environmental factors like temperature, light, temperature, medium, food, air, etc. or migration lead to origin of new needs in living organisms. ഇപ്പോൾ അവര് ജീവിക്കുന്ന ഹാബിറ്ററ്റിലുള്ള കണ്ടീഷൻസ് ചേഞ്ച് ആവാണ്. ഇപ്പൊ ലൈറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, അവർ ജീവിക്കുന്ന മീഡിയം, അതുപോലെ ഫുഡ്, എയർ, അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാണെന്ന് വെക്കുക. സോ അപ്പൊ അവർക്ക് മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേനും പുതിയ പുതിയ നീഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് അവരുടെ ഹാബിറ്ററ്റിലും അവരുടെ ബിഹേവിയറിലും അവർക്ക് ചേഞ്ച് വരുത്തേണ്ടതായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ സർവൈവ് ചെയ്തിരുന്ന കണ്ടീഷൻ ആവണം എന്നില്ല. സോ പുതിയൊരു കണ്ടീഷനിലോട്ട് പോകുമ്പോഴത്തേനും നമ്മളും അതിനനുസരിച്ചുള്ള ചേഞ്ച് വരുത്തണം, അതിനുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. അതാണ് ഫസ്റ്റ് പോസ്റ്റ്മേറ്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ്. പുതിയ ഹാബിറ്റിൽ നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്ന ഓർഗൻ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് വരും. ചിലപ്പോൾ യൂസ് ചെയ്യാതിരുന്ന ഓർഗൻസ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പുതിയ കണ്ടീഷനിൽ നമുക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. He believed that the favorable acquired characters are inheritable and transmitted to the offspring, so that the born are fit to face the changed environmental condition and the chances of their survival are increased. ഇപ്പൊ നമ്മൾ ഒരു പുതിയൊരു സ്ഥലത്തോട്ട് നമ്മൾ മാറി താമസിക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് മീൻസ് നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്യാരക്ടേഴ്സ് നമ്മൾ അക്വയർ ചെയ്യാറുണ്ട്. ആ അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നമ്മളിൽ തന്നെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമ്മളിൽ നിന്നുള്ള അടുത്ത ജനറേഷനിലോട്ട് അത് ഓഫ് സ്പ്രിങ്ങിലോട്ട് അത് ട്രാൻസ്മിറ്റഡ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ജനറേഷന് അത് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ജനറേഷനിൽ ആ ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാനും അവരുടെ സർവൈവലിന്റെ ചാൻസ് ഇൻക്രീസ് ചെയ്യാനും ആ കണ്ടീഷനുമായിട്ട് അവർക്ക് കൂടുതൽ ഇടപഴകി ജീവിക്കാനും അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, സ്പീസിയേഷൻ. ലാൻഡ്മാർക്ക് വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ചും പുതിയ 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 ക്യാരക്ടേഴ്സ് അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ക്യാരക്ടർ വെച്ചാൽ നമ്മുടെ ആൻസസ്റ്ററിന്റെക്കാളും കുറച്ചുകൂടെ എന്തെങ്കിലും ഇൻഹെറിറ്റ് ചെയ്ത ക്യാരക്ടർ, അക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾക്ക് കാണും. അത് അടുത്ത ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് പിന്നെ വീണ്ടും അടുത്ത ജനറേഷനിലോട്ട് പോകും. അങ്ങനെ ഓരോ ജനറേഷൻ പോകുന്നതിനനുസരിച്ചും ഈ അക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ജനറേഷൻ മാറുന്നതിനനുസരിച്ചും പുതിയ 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 ക്യാരക്ടേഴ്സ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നമ്പർ ഓഫ് ജനറേഷൻ കഴിയുമ്പോഴത്തേനും അവിടെ പുതിയൊരു സ്പീഷീസ് ഫോം ചെയ്യും എന്നുള്ളതാണ് ലാമാർക്ക് വിശ്വസിച്ചത്. അടുത്തത് ലമാർക്കിന്റെ ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് ആണ് പറയുന്നത്. ലമാർക്ക് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗൻ നമ്മൾ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്, അധികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഓർഗൻ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആവുകയും കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന കാര്യമായിരുന്നാൽ കൂടെയും നമ്മളിപ്പം പഠിച്ച കാര്യം നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വീണ്ടും 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 നമ്മൾ അതെടുത്ത് നോക്കുന്നതിനനുസരിച്ച് നമുക്കത്
നമ്മൾ അത് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യും. നമ്മുടെ തലയിൽ അത് കുറച്ചുകൂടെ ഇതായിട്ടിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോളജ് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഓർഗൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരികയും അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആവുകയും ചെയ്യും. ഇപ്പൊ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോ നേരത്തെ അത് കുറച്ച് ലാർജ് ഓർഗൻ ആയിരുന്നിരിക്കും. പിന്നെ നമ്മളത് യൂസ് ചെയ്യാണ്ടാവുമ്പോഴത്തേനും അത് ഒരു വെസ്റ്റിജിയൽ ആയി മാറും. എവല്യൂഷന്റെ ടൈമിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളൊരു സംഭവം അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അത്ര ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉള്ളതൊന്നും ആവത്തില്ല. അതൊരു കുഞ്ഞു റെമനന്റ് പോലെ ആയിട്ട് നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യുന്നുള്ളത്. ഇതാണ് ലോ ഓഫ് യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എവിഡൻസസ്. ഇതിലുള്ള എവിഡൻസ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ ജിറാഫിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോ നേരത്തെ നമ്മൾ വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിറാഫിന്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയറിനെ പോലെ അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാണ്ട്, നെക്കിന് അത്ര ലെങ്ത് ഒന്നും ഇല്ലാത്ത ഒരു 4 feet ഉള്ള ഒരു ഗ്രാസ് കഴിച്ച് നടന്ന ഒരു ആഫ്രിക്കയിൽ ഗ്രാസ് കഴിച്ച് നടന്ന ഒരു ഓർഗാനിസം ആയിട്ടാണ് നമ്മൾ ജിറാഫിനെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഗ്രൗണ്ട് വെജിറ്റേഷൻ ഇല്ലാതായതുകൂടിയും ട്രീസിന്റെ അവൈലബിലിറ്റി മാത്രമായ സമയത്താണ് ഇവരുടെ നെക്ക്, ഈ ട്രീസ് നമുക്ക് അതിന് അവർക്ക് ഫുഡ് അക്വയർ ചെയ്യാൻ, അവർക്ക് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നെക്ക് ലോങ് ആകുകയും 4 limbed ജിറാഫായി മാറുകയും ചെയ്തത് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്നേക്കിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേക്ക് ഇപ്പോൾ നമുക്കറിയാം ലിംലെസ് ആണ് സ്നേക്ക്. പക്ഷെ സ്നേക്കിന്റെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസാർഡ് പോലെ കുഞ്ഞ് ലിംസ് ഉള്ളതാണ്. പെൻഡാക്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 limbs ഉള്ളതാണ്, 5 fingered ലിംബ് ഉള്ളതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ലിംബ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാണ്ടായപ്പോഴാണ് ഇപ്പോൾ ലിംലെസ് ആയിട്ടുള്ള സ്നേക്ക് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. അവരെന്താണ് ലോക്കോമോഷന് വേണ്ടിയിട്ട് അവരുടെ ബോഡി സ്ട്രെച്ച് ചെയ്താണ് അവർ ആ ലോക്കോമോഷന് വേണ്ടിയിട്ട് അവർ ക്രീപ്പ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണ് അവരുടെ ബോഡി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇത്രയും നീളമുള്ളത് ആയത് എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ലിസാർഡിനെ പോലെയുള്ളതായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഹോഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മോഡേൺ ഹോഴ്സ്, ഇപ്പോൾ ഉള്ള ഹോഴ്സിന്റെ ആൻസിസ്റ്റേഴ്സ് ജീവിച്ചിരുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ഗ്രൗണ്ട് ഉള്ള ഏരിയ ആണ്. അവർക്ക് ഷോർട്ട് ലെഗ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷണൽ ഡിജിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിംഗേഴ്സോ അല്ലെങ്കിൽ ടോസോ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ഷോർട്ട് ലെഗ്ഡ് ആണ്. പിന്നെ കുറച്ച് കൂടുതൽ ഫങ്ഷണൽ ഡിജിറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ അവര് ജീവിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഗ്രൗണ്ടിലോട്ട് താമസിക്കേണ്ടി വന്നപ്പോൾ അവരുടെ ഹാബിറ്റും ചേഞ്ച് ആയി. അങ്ങനെയാണ് അവരുടെ ലെഗിന്റെ ലെങ്തിന് ഇൻക്രീസ് വന്നതും അതുപോലെ തന്നെ ഫങ്ഷണൽ ഡിജിറ്റിന് നമ്പറിന് ഡിക്രീസ് വന്നതും ആ ഹാർഡ് ഗ്രൗണ്ടിൽ അവർക്ക് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ലമാർക്സിന്റെ ക്രിറ്റിസിസം, അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് വെയ്സ്മാൻ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആണ്. അയാൾ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് കണ്ടിന്യൂറ്റി ഓഫ് ജേം പ്ലാസം എന്ന് പറയുന്നത്. അത് 1892 അത് പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി അനുസരിച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് ഉണ്ടാക്കിയിരിക്കുന്നത് 2 ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ജേം സെൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സൊമാറ്റിക് സെൽസ്. ജേം സെല്ലിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സ്പ്രിംഗിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. സൊമാറ്റിക് സെൽസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റിക് സെൽസിന് നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും ഉള്ളതാണ്. അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നത് സൊമാറ്റിക് സെൽസിന് മാത്രമാണ്. അപ്പോൾ ആസ് ലിങ്ക് ബിറ്റ്വീൻ ദ ജനറേഷൻ ഈസ്, അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റിൽ നിന്നും ഓഫ് സ്പ്രിംഗിലോട്ടുള്ള ഒരു ലിങ്ക് വരുന്നത് ജേം സെല്ലിലൂടെ മാത്രമാണ്. സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്മിറ്റഡ് ആവുന്നത് അല്ല. സോ ദാറ്റ് അക്വയർഡ് ക്യാരക്ടേഴ്സ് മസ്റ്റ് ബി ലോ. അപ്പോൾ നമ്മൾ അക്വയർ ചെയ്യുന്ന ക്യാരക്ടർ നമ്മൾ മരിക്കുന്നതോടുകൂടെ അതും ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഓഗസ്റ്റ് വെയ്സ്മാൻ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് വൺ പാവ്ലോവ്, ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ്. അയാള് കുറച്ച് മൈസിനെ ട്രെയിൻ ചെയ്തിട്ട് വെച്ചാൽ ബെല്ല് കേൾക്കുമ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വരുന്നത് ആ രീതിയിൽ മൈസിനെ അയാൾ ട്രെയിൻ ചെയ്തു. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറിറ്റഡ് അല്ല, പക്ഷെ അതെന്താണ് ഓരോ ജനറേഷനിലും ആവശ്യമായിട്ടുള്ള ഒരു ഇതാണെന്ന് വെച്ചാൽ അയാൾ അത് അക്വയർ ചെയ്തെടുത്തതാണ്. പക്ഷെ ഈ മൈസിൽ നിന്നും ഉണ്ടാവുന്ന പുതിയൊരു മൈസിന് ആ ഒരു ക്യാരക്ടർ ഉണ്ടാവണം എന്നില്ല. ഇത് ജസ്റ്റ് ട്രെയിനിങ്ങിലൂടെ അവർ അക്വയർ ചെയ്ത ഒരു ക്യാരക്ടറാണ്. നെക്സ്റ്റ് വൺ കെലോഗ് ആൻഡ് ബെൽ എക്സ്പെരിമെന്റ്. ഇവര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സിൽക്ക് മോത്തിന്റെ ലാർവയെ വളരെ കുറച്ചു മാത്രം ക്വാണ്ടിറ്റിയിലുള്ള മൾബറി ലീവ്സിൽ ഇവർ ഫീഡ് ചെയ്തു. ഇവര് എന്നിട്ട് അതിനുശേഷം ഇവർക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2 ജനറേഷനിൽ, അപ്പോൾ ഈ ഒരു ലാർവയിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത 2 ജനറേഷനിലുള്ള ലാർവയിലും എന്താണ് കണ്ടത്? സൈസ് ഡിക്രീസ്ഡ് ആയിട്ടാണ് കണ്ടത്. ഇപ്പൊ നേരത്തെ കുറച്ചു മാത്രം ഫുഡ് കൊടുത്തു, അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ജനറേഷനിലുള്ള അതുകൊണ്ടാണ് അവരുടെ സൈസ് ഡിക്രീസ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 2 ജനറേഷനിലും ഈ അവർ ആവശ്യത്തിനുള്ള ഫുഡ് കൊടുത്തപ്പോഴും എന്താണ് ലാർവയുടെ സൈസ് ഡിക്രീസ്ഡ് ആയിട്ടാണ് കാണാൻ സാധിച്ചത്. നെക്സ്റ്റ് വൺ കാസ്ല ആൻഡ് ഫിലിപ്സ് എക്സ്പെരിമെന്റ്. ഇതിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഗിനി പിഗിന്റെ അത് ട്രാൻസ്പ്ലാന്റഡ് ഓവർ, ഒരു ബ്ലാക്ക് ഗിനി പിഗിന്റെ ഒരു ഓവറിയെ എടുത്ത് ഇവർ വൈറ്റ് ഗിനി പിഗിലോട്ട് കൊടുത്തു. അത് സെക്ഷുവൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നതിന് മുന്നെയാണ് കൊടുത്തത്. അപ്പോ ബ്ലാക്ക് ഗിനി പിഗിൻ്റെതാണ് എടുത്ത് വൈറ്റിന് കൊടുത്തത്. അപ്പോ ഈ ഫീമെയിലിനെ നമ്മളൊരു മെയിൽ വൈറ്റ് ഗിനി പിഗുമായിട്ട് എന്ത് ചെയ്തു? മീറ്റ് ചെയ്തപ്പോഴും അവിടെ ഉണ്ടായ യങ് വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് യങ് വൺസ് ആണ്. നമ്മൾ കൊടുത്തിരുന്ന ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെതാണ്. സോ അവിടെ ഉണ്ടായ യങ് വൺസും ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ ഈ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ജേം പ്ലാസത്തിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ലാമാക്കിസത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടായ ഒരു കോംപ്രഹെൻസീവ് തിയറിയാണ് ബയോളജിക്കൽ എവല്യൂഷന്റെ. കോംപ്രഹെൻസീവ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് എല്ലാ ആസ്പെക്റ്റും എവല്യൂഷനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാം ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബയോളജിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. പിന്നെ ഇത് വെസ്റ്റിജിയൽ ഓർഗൻസിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, ഒരു ഓർഗൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെസ്റ്റിജിയൽ ഓർഗൻ ആയിട്ട് മാറും, അതൊരു സ്മോൾ റാമിനന്റ് മാത്രമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ യൂസ് വഴി നമ്മുടെ ജോസും മസിൽസും ക്ലോസും ഒക്കെ കാർണിവോഴ്സിൽ സ്ട്രോങ് ആവുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർഗാനിക് മെക്കാനിസത്തിനെ കുറിച്ച് ബാക്കിയുള്ള ബയോളജിസ്റ്റിനും അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഇതിലൂടെ ഉണ്ടായി. ഇപ്പൊ ലാൻഡ്മാർക്കിസത്തിന്റെ ഒരു എവല്യൂഷൻ തിയറി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിയേഴ്സ് ഡിഫറെന്റ് ആയിരിക്കാം. ചില ബിഹേവിയർ പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോൺ ആയിരിക്കാം, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളിൽ ഉള്ളതായിരിക്കാം. ചിലത് എന്താണ് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നതായിരിക്കാം. ഇപ്പൊ നമ്മൾ ലേൺഡ് ബിഹേവിയർ പാറ്റേൺ നമുക്ക് ജനറേഷനിൽ നിന്നും ചേഞ്ച് ആവാറുണ്ട്. ഇപ്പൊ ഒരു മെമ്പേഴ്സ്, ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ കുറച്ച് മെമ്പേഴ്സ് അവര് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ബിഹേവിയേഴ്സ് അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെമ്പേഴ്സ് ഓഫ് ദി സോഷ്യൽ ഗ്രൂപ്പ് ഹു ഹാവ് അക്വയർഡ് ദി ബിഹേവിയർ ഇൻ ദർ ലൈഫ് ടൈം വിൽ പാസ് ദിസ് ലേൺ സ്കിൽ ഇൻ ടു. ഇപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ പാരന്റ്സിനുള്ള ഇപ്പം നമുക്കിപ്പോ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആയിരുന്നാൽ കൂടി, മറ്റുള്ളവരോട് നമ്മുടെ ബിഹേവിയർ എന്ന പാറ്റേൺ ആയിരുന്നാൽ കൂടെയും നമ്മുടെ ആൻസസ്റ്റ് ഇപ്പൊ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാർ ജീവിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇപ്പോ എന്താണ് കുറച്ച് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരുടെ ബിഹേവിയർ അത് അവരുടെ ലൈഫ് ടൈമിൽ കാണുകയും അത് അവരുടെ കുട്ടികളിൽ കാണുകയും ചെയ്യും. പക്ഷെ കുറച്ച് ലോക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഉള്ളവരാണെങ്കിൽ അത് അവരുടെ ബിഹേവിയർ, അവരുടെ പാരന്റ്സിന്റെ ബിഹേവിയർ ആയിരിക്കും അവരും കാണിക്കുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ഈ പാറ്റേൺ ഇവിടെ റിസംബിൾ ചെയ്യുന്നത് ലാമാക്കിയൻ പാറ്റേൺ ആണ്. ദ എവല്യൂഷൻ ഓഫ് ദി ലേൺ ബിഹേവിയർ ഈസ് മച്ച്. ഇപ്പൊ നമ്മൾ ലേൺ ബിഹേവിയറിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് എവല്യൂഷനേക്കാളും കുറച്ചുകൂടെ എന്തായിരിക്കും, കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയുമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. ലാമാർക്കിസം വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യമുള്ളത്, ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളത്, എല്ലാവർക്കും ബാധകമാണ്. ദ ബിഹേവിയർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. വാട്ട് ഇസ് മീൻ ബൈ ബിഹേവിയർ? നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയും. ബിഹേവിയറൽ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡസൻ മീൻ യുവർ ബിഹേവിയർ, യുവർ റെസ്പോൺസ് ടു സം, അല്ലേ? ബിഹേവിയർ എന്നുള്ളത് നമ്മൾ പറയുന്ന മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറയും. അപ്പം നമ്മുടെ ഈ വളരെ സങ്കുചിതമായ ഏറ്റവും ചുരുങ്ങിയ സാഹചര്യത്തിലാണ് സ്വഭാവത്തിന് നല്ല സ്വഭാവം ചീത്ത സ്വഭാവമൊക്കെ ഉള്ളത്. നല്ലതും ചീത്തയൊന്നും ബയോളജിയിലില്ല. ബയോളജിയിൽ എല്ലാ സ്വഭാവം മാത്രമാണ്. അപ്പോൾ ബിഹേവിയറൽ ചേഞ്ച് എന്നുള്ളത് സ്വഭാവത്തിലുള്ള വ്യത്യാസം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നല്ല സ്വഭാവമെന്നോ ചീത്ത സ്വഭാവമെന്നോ രീതിയിലല്ല. ബിഹേവിയറിലെ മാറ്റം എന്ത് ചേഞ്ചും ചേഞ്ചാണ്.
ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന്, ഒരു പഠന പ്രക്രിയ നടക്കുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന്, പ്രതികരണങ്ങളിൽ നിന്ന്, അല്ലെ, സ്വഭാവം നമ്മൾ അറിയുന്നത് പ്രതികരണത്തിൽ നിന്നാണ്. അപ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് ഈ പഠന പ്രക്രിയയ്ക്ക് ശേഷം പ്രതികരണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് സംഭവിച്ചു എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സ്, നമ്മൾ രണ്ട് തരത്തിലുള്ള ലേണിംഗ് പ്രോസസ്സ് പറഞ്ഞു. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, പാവ്ലോവിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞത്. അവിടെ ഒരു എക്സ്പെരിമെന്റ് മാത്രമേ ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതായത് എലികൾക്ക്, മൈസിന് ഭക്ഷണം കൊടുക്കുന്ന സമയം നിശ്ചയിച്ചു, ഒരു സൗണ്ട് കേൾപ്പിച്ചു, അതൊരു ഇമ്പൾസ് ആക്കി മാറ്റി. അപ്പോൾ ആ ഇമ്പൾസിനനുസരിച്ച് ഈ എലികൾ ഓടി വന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു, അത് കഴിച്ചു, അതൊരു ശീലമായി. പക്ഷെ അതിൻ്റെ അടുത്ത തലമുറയിൽ ആ ലേൺഡ് ബിഹേവിയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ചുമ്മാ കറങ്ങി നടന്നിരുന്ന, എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന എലികളെ ഒരു ബെല്ല് കേൾപ്പിച്ചിട്ട് ആഹാരം കൊടുത്തപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ആ ബെല്ല് ഒരു സിഗ്നലായി സ്വീകരിക്കുകയും എലികൾ ബെല്ല് കേൾക്കുമ്പോൾ ഓടി വരാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊരു ബിഹേവിയറൽ ചേഞ്ചാണ്. അപ്പോൾ ആ ബിഹേവിയറൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു ലേൺഡ് ബിഹേവിയർ അതിനുണ്ടായി എന്നാണ് അർത്ഥം. ആദ്യത്തെ ബിഹേവിയർ ബെല്ല് ശ്രദ്ധിക്കാതിരുന്നതോ അല്ലെങ്കിൽ ബെല്ല് കേട്ടിട്ട് റെസ്പോൺസ് ഇല്ലാതിരുന്നതോ ആയ ബിഹേവിയറിൽ നിന്ന് ബെല്ല് കേൾക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഓടി വരുന്ന ബിഹേവിയറിലേക്ക് അത് മാറി. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ലേണിംഗ്, അല്ലേ? ലേണിംഗ് എന്ന് പറയുന്ന എല്ലാ ബേസിക്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലേണിങ്ങിൻ്റെയും അടിസ്ഥാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ബിഹേവിയറൽ ചേഞ്ചാണ്. പക്ഷേ ലേൺഡ് ബിഹേവിയർ ഈസ് നോട്ട് ഹെറിറ്റബിൾ എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ച ആശയം. അതായത് പാവ്ലോവിൻ്റെ രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഇത്. രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് അടുത്ത തലമുറയിലുള്ള എലികളെ പരീക്ഷിച്ചപ്പോൾ അതിന് ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല, അതിനെയും പഠിപ്പിക്കേണ്ടി വന്നു, അടുത്ത തലമുറയും പഠിപ്പിക്കേണ്ടി വന്നു. പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ നോളജ് അടുത്ത തലമുറയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പാവ്ലോവ് ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻ്റ് നടത്തിയിരുന്നു. അതായത് ഒരു നായ ഉപയോഗിച്ചാണ്, ഡോഗിനെ ഉപയോഗിച്ചാണ് ആ ട്രെയിനിങ് നടത്തിയത്. ഡോഗിന് ആദ്യം ആഹാരം കൊടുത്തു, ആഹാരം കൊടുക്കുന്നതിന് മുമ്പായിട്ടൊരു മണി അടിച്ചു. മണി അടിക്കുന്ന സമയത്ത് ആഹാരം കൊടുത്തു. ഇത് അസോസിയേറ്റ് ചെയ്തു. ഡോഗ് ഇത് അസോസിയേഷൻ ആണ്, രണ്ട് ഇവൻസിനെ അസോസിയേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആഹാരം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സലൈവേഷൻ ഉണ്ടാവും, ഉമിനീര് വരും. ഒരു മണി അടിച്ചിട്ട് ആഹാരം കൊടുത്തു തുടങ്ങിയപ്പോൾ അതൊരു അസോസിയേഷൻ സംഭവിച്ചു, അത് ലേൺഡ് ബിഹേവിയറായി മാറി. കുറേ നാൾ കഴിഞ്ഞ് ആഹാരം കൊടുക്കാതെ വെറുതെ മണി അടിച്ചപ്പോൾ തന്നെ സലൈവ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അതായത് രണ്ട് കാര്യങ്ങളെ അസോസിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ മറ്റതിൻ്റെ ഒരു ചേഞ്ച്ഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഓർഗാനിസത്തിൽ നിന്നുണ്ടാവും. ഇതൊരു ബിഹേവിയറൽ ചേഞ്ചാണ്. ഇത് ട്രെയിനിങ്ങിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരു ട്രെയിനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരം ആ ബിഹേവിയറിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്ത് തരത്തിലുള്ള റെസ്പോൺസും ഒരു ബിഹേവിയറിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ന രീതിയിലാണ് നമ്മൾ ബിഹേവിയറിനെ കാണുന്നത്. അപ്പോൾ അല്ലാതെ ഒരു വലിയ വിഭാഗം ആളുകൾ അവകാശപ്പെടുന്നത് പോലെ റേസിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒന്നും അല്ല ഇത്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേൺ ഉണ്ടെന്ന്, തലമുറകളായിട്ട് ആ ബിഹേവിയർ പാറ്റേൺ അവർക്ക് കിട്ടുന്നത് പൈതൃകമാണെന്ന് നമ്മളത് പറയാറുള്ള, ഭാഷയിലും സാംസ്കാരികമായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ള ഹെറിഡിറ്റി, ആ രീതിയിലൊന്നും ബിഹേവിയർ പാറ്റേൺസ് കിട്ടില്ല. അവൻ്റെ സ്വഭാവം നല്ലതാണ്, കാര്യം നല്ല കുടുംബത്തിൽ പ്രധാനമെന്നൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് അധികം അറിവില്ലാത്തവർ പറയാറുണ്ട്. അതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നും. All these are learned behaviors, how he respond in the society, that is creating his personality എന്നുള്ള കൺസെപ്റ്റുമാണ് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ബിഹേവിയർ എന്ന വാക്കിന് ഈ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ദുരർത്ഥമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാ പെരുമാറ്റത്തെയും എല്ലാ റെസ്പോൺസിനെയും നമ്മൾ ബിഹേവിയറിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് കണക്കാക്കുന്നത്. സലൈവേഷൻ തൊട്ട് നായ വാലാട്ടുന്നത് തൊട്ട് ഉപ്പ വിരിയുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളും, നേച്ചറുള്ള ഓർഗാനിസത്തിൻ്റെ എല്ലാത്തരം റെസ്പോൺസിനെയും നമുക്ക് ബിഹേവിയർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നമ്മുടെ മനുഷ്യരുടെ ബിഹേവിയർ എന്നുള്ളതല്ല, ആ മലയാളത്തിൽ ആ പറയുന്ന അർത്ഥത്തിലല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലാമാർക്കിസം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ലാമാർക്കിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ഇൻ ദ പ്രസന്റ് സിനാരിയോ ലാമാർക്കിസം ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ്
it proposed some events during evolution, not the reason for evolution, but some observations during evolution. One of the best example is the vestigial organs. Vestigial organ is a result of evolution, but the cause for that evolution proposed by Lamarck was wrong. That is the only thing. എവല്യൂഷൻ എങ്ങനെ സംഭവിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ തെറ്റുണ്ടായിരുന്നു. അക്വയർഡ് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓർ ദ റിസൾട്ട് ഓഫ് എവല്യൂഷൻ ഓർ ദ ഒബ്സർവേഷൻസ് ഡ്യൂറിങ് എവല്യൂഷൻ ആർ ട്രൂ. Some used organs become more and more refined, but the mechanism for that refinement is different. That is natural selection. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇതിനോടൊപ്പം തന്നെ ഈ നമ്മൾ സാധാരണ ഗതിയിൽ പറയാറുണ്ടല്ലോ, ഇത് ഷെയർ ചെയ്യാറുണ്ടല്ലോ, ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മറ്റു 2 പേരുടെയും വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഒറ്റ ഫയലായിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാനൊരു 1 മണിക്കൂറിനകം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റർ ജനറിക്, ഇൻ്റർ സ്പെസിഫിക്, ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷനാണ്. ആദ്യമായിട്ട് ഹൈബ്രിഡൈസേഷൻ്റെ ഇൻട്രൊഡക്ഷൻ. Plant hybridization is the process of crossbreeding between genetically dissimilar parents to produce a hybrid. ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള 2 പാരൻസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് തമ്മിലുള്ള ക്രോസ് ബ്രീഡിങ് വഴി പുതിയ ഒരു ഹൈബ്രിഡിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും ഹൈബ്രിഡൈസേഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷനും ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷനും. ആദ്യമായിട്ട് ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ. It is an hybridization between 2 varieties of same species. 2 വെറൈറ്റികൾ തമ്മിലുള്ള ഹൈബ്രിഡൈസേഷനാണ്. ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ ആണ് ഒരു വെറൈറ്റി കാണാൻ പറ്റുക. സോ സ്പീഷീസിനുള്ളിൽ കാണുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻട്രാ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഉള്ള ഹൈബ്രിഡൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷനാണ്. ഇതൊരു കോമൺ മെത്തേഡാണ്. ഇറ്റ് ക്യാൻ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. ഇതിൽ സിമ്പിൾ ക്രോസ് മെത്തേഡും കോമ്പൗണ്ട് ക്രോസ് മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ ഒരു എക്സാമ്പിളാണ് ഹിബിസ്കസ് റോസ സൈനൻസിസ്. അടുത്തതായി ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ. ക്രോസിംഗ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് സെയിം ജീനസ്. സെയിം ജീനസിൽ പക്ഷേ ഡിഫറെൻറ്റ് സ്പീഷീസുകൾ തമ്മിലുള്ള ഹൈബ്രിഡൈസേഷനാണ് ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ. അല്ലെങ്കിൽ സെയിം ഫാമിലിയിൽപ്പെട്ട ഡിഫറെൻറ്റ് ജീനസുകൾ തമ്മിലുള്ള ഹൈബ്രിഡൈസേഷനെ ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷനിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഫോർ ട്രാൻസ്ഫറിങ് ഡിസൈറബിൾ ജീൻസ് ഇൻ ടു കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് ഫ്രം റിലേറ്റഡ് സ്പീഷീസ് ആൻഡ് ജനറ. ചില സ്പീഷീസുകളിൽ ഇല്ലാത്ത ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ടു ഇംപ്രൂവ് ദ വെറൈറ്റീസ് ഓഫ് വൺ സ്പീഷീസ് ഫ്രം അനദർ സ്പീഷീസ് ബൈ ട്രാൻസ്ഫറിങ് സം ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. അങ്ങനെ ഇല്ലാത്ത ഒരു ജീൻ അല്ലെങ്കിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അത് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മോർ സക്സസ്ഫുൾ ഇൻ ക്ലോസ്ലി റിലേറ്റഡ് ദാൻ ഡിസ്റ്റൻ്റ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓർ ജനറ. ക്ലോസ്ലി റിലേറ്റഡ് മെമ്പേഴ്സിനാണ് ഈ ഹൈബ്രിഡൈസേഷൻ സക്സസ്ഫുൾ ആവുക. യാതൊരു ബന്ധവും ഇല്ലാത്ത 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയ സക്സസ്ഫുൾ റേറ്റ് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ ലിമിറ്റേഷൻസിലോട്ട് ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ്റെ ലിമിറ്റേഷൻ നോക്കിയാൽ ക്രോസ് ഇൻകോമ്പാറ്റബിൾ അതൊരു ലിമിറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു ബന്ധവും ഇല്ലാത്ത 2 പ്ലാന്റ്സുകൾ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയ സക്സസ്ഫുൾ റേറ്റ് കുറവായിരിക്കും. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അത് അടുത്ത ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ്സ് ആർ നോട്ട് വയബിൾ ആൻഡ് മോസ്റ്റ്ലി സ്റ്റെറൈൽ. കിട്ടുന്ന ഹൈബ്രിഡ് F1 മിക്കവാറും സ്റ്റെറൈലായിരിക്കും. പക്ഷേ ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ F1 ഫെർട്ടൈലായിരിക്കും. അതുകൊണ്ടാണ് ഇൻ്റർ വെറൈറ്റൽ ഹൈബ്രിഡൈസേഷൻ മോസ്റ്റ്ലി സക്സസ്ഫുൾ ഹൈബ്രിഡൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. ഡിസ്റ്റൻ്റ് ഹൈബ്രിഡൈസേഷൻ മെയിനായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷനും ഇൻ്റർ ജനറിക് ഹൈബ്രിഡൈസേഷനും. ആദ്യമായിട്ട് ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ദ സെയിം ജീനസ്.
സെയിം ജീനസിൽ പെട്ട് ഡിഫറെൻറ്റ് സ്പീഷീസുകൾ തമ്മിലുള്ള ഹൈബ്രിഡൈസേഷന് ക്രോസിനെയാണ് ഈ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹിബിസ്കസ് റോസോസൈനൻസിസും ഹിബിസ്കസ് മ്യൂട്ടാബിലിസും. സെയിം ജീനസാണ് പക്ഷേ ഡിഫറെൻറ്റ് സ്പീഷീസുകൾ. അത് ഹിബിസ്കസ് റോസോസൈനൻസിസും ഹിബിസ്കസ് മ്യൂട്ടാബിലിസും തമ്മിലുള്ള ഹൈബ്രിഡൈസേഷൻ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷന് എക്സാമ്പിളാണ്. ആൾസോ ടേംഡ് ആസ് ഇൻട്രാജെനറിക് ഹൈബ്രിഡൈസേഷൻ. ഒരു ജീനസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് ഇതിനെ ഇൻട്രാജെനറിക് ഹൈബ്രിഡൈസേഷൻ എന്നും പറയുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ എ സ്പെസിഫിക് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഈസ് നോട്ട് അവൈലബിൾ വിത്തിൻ ദ സെയിം സ്പീഷീസ്. ഒരു പർട്ടിക്കുലർ സ്പീഷീസിനുള്ളിൽ ഒരു ക്യാരക്ടർ ഇല്ല ക്യാരക്ടർ, സോ ആ ക്യാരക്ടർ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നത്. Effective method for transferring desirable genes from a wild relative to cultivated plants. വൈൽഡ് റിലേറ്റീവ്സിൽ നിന്ന് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിലോട്ട് പുതിയ ജീൻസുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്യുന്നത്. മോർ സക്സസ്ഫുൾ ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ് ദാൻ ഇൻ സീഡ് പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ്. ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ്റെ ഫലമായിട്ട് പുതിയൊരു ഹൈബ്രിഡ് ഒരു F1 ഫോം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാരക്ടേഴ്സ് നഷ്ടപ്പെട്ടു പോകാം. സോ പുതിയ ഒരു F1 ഹൈബ്രിഡ് നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി അതിൻ്റെ ക്യാരക്ടേഴ്സിനെ നിലനിർത്താൻ കഴിഞ്ഞാൽ ആ സമയത്താണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ മോർ സക്സസ്ഫുൾ ആവുക. അതുകൊണ്ട് തന്നെ ഈ മോർ സക്സസ്ഫുൾ ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത് മോർ സക്സസ്ഫുൾ ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ്. പിന്നീട് ഇത് അടുത്തതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടു ഇൻട്രോഗ്രഷൻ. കുറച്ച് ജീൻസ് ഈ ഹൈബ്രിഡൈസേഷൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നീട് ഈ ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ വഴി പുതിയ ഹൈബ്രിഡ് ഉണ്ടാകുമ്പോൾ 3 ടൈപ്പ് ഓഫ് ഹൈബ്രിഡ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ഫുള്ളി ഫെർട്ടൈൽ ആയിട്ടുള്ള ഹൈബ്രിഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് പാർഷ്യലി ഫെർട്ടൈൽ കിട്ടാം. മൂന്നാമത് ഫുള്ളി സ്റ്റെറൈൽ കിട്ടാം. ഇത്രയാണ് ഇൻ്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അടുത്തത് ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ. ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് ജനറ ഓഫ് സെയിം ഫാമിലി പെട്ടിട്ട് 2 ഡിഫറെൻറ്റ് ജീനസുകൾ തമ്മിലുള്ള ക്രോസിംഗ് ഹൈബ്രിഡൈസേഷനാണ് ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാൽവേസിയ ഫാമിലിയിൽപ്പെട്ട സിഡ അക്യൂട്ടയും ഹിബിസ്കസ് റോസോസൈനൻസിസും തമ്മിലുള്ള ആ ഒരു ഹൈബ്രിഡൈസേഷൻ ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിളാണ്. It is used when the desirable genes are not found among the different species of the same genus. ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഡിസൈറബിൾ ക്യാരക്ടർ ഒരു പ്ലാന്റിന് ഇല്ലാത്തപ്പോഴാണ് ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ. അതിനെ പുതിയ ആ ഒരു പർട്ടിക്കുലർ ഡിസൈറബിൾ ഒരു ക്യാരക്ടർ വരുത്താൻ വേണ്ടിയാണ് ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ് ഇൻ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്. ഇത് വളരെ റെയറായിട്ടാണ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഉപയോഗിക്കുന്നത് ഈ ആ ഒരു ഹൈബ്രിഡൈസേഷൻ ഇൻ്റർജെനറിക് ഹൈബ്രിഡൈസേഷൻ. കാരണം സക്സസ്ഫുൾ റേറ്റ് വളരെ കുറവായതുകൊണ്ടാണ് ഇതിനെ റെയർലി ആയിട്ട് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. ജനറലി യൂസ്ഡ് ഇൻ അസെക്ഷലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആ ഒരു അസെക്ഷലി റീപ്രൊഡക്ഷൻ മെത്തേഡ് ജനറലി അസെക്ഷലി പ്രൊപ്പഗേറ്റഡ് സ്പീഷീസിൽ മാത്രമാണ് ഇതിനെ ജനറലി യൂസ് ചെയ്യുന്നത്. പിന്നെ F1 hybrids are always sterile. Fertility can be restored by doubling the chromosome number through Colchicine treatment. ഫോം ചെയ്യുന്ന ഹൈബ്രിഡ് ഷുവറായിട്ട് സ്റ്റെറൈലായിരിക്കും. ഒരുപാട് ഡിഫറൻസും ഉണ്ടാവും. അപ്പോൾ ഈ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി ക്രോമസോം ഡബിൾ ചെയ്താലാണ് ഇത് ഫെർട്ടൈൽ ആവുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളിലോട്ട് കടന്നു വന്നാൽ ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഇൻ്റർജെനറിക് ക്രോസ് വാസ് മേഡ് ബിറ്റ്വീൻ റാഡിഷ് ആൻഡ് ക്യാബേജ് ഓഫ് ദ ഫാമിലി ക്രൂസിഫറ ബൈ കാർപ്പൻചെങ്കോ ഇൻ 1928 ഇൻ റഷ്യ. ആദ്യമായിട്ട് ഇൻ്റർജെനറിക് ക്രോസ് ഉണ്ടാക്കിയത് റാഡിഷും ക്യാബേജും. റാഡിഷ് അതായത് റാഫാനസ് സറ്റൈവസ്, പിന്നെ ക്യാബേജ് ബ്രാസിക്ക ഒളറാസിയ.
ഇവ രണ്ട് തമ്മിലാണ് ആദ്യമായിട്ട് ഇൻ്റർജനറിക് ക്രോസ് ഉണ്ടാക്കിയത്. കാർപ്പാഞ്ചെങ്കോ ആണ് ആദ്യമായിട്ട് ഇതൊന്ന് പരീക്ഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഈ ഹൈബ്രിഡൈസേഷൻ വഴി ഈ റൂട്ട് ഓഫ് റാഡിഷിൻ്റെ റൂട്ടും ക്യാബേജിൻ്റെ ലീഫും ആയിട്ടൊരു പുതിയ ഒരു ഹൈബ്രിഡിനെ ഉണ്ടാക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ F1 was sterile, doubling the chromosome by colchicine resulted development of Raphano brassica. ആ ഉണ്ടാക്കിയ F1 സ്റ്റെറൈലായിരുന്നു, പുതിയ ഹൈബ്രിഡ്. പക്ഷേ ഈ കോൾച്ചിസിൻ ട്രീറ്റ്മെൻറ്റ് വഴി ക്രോമസോം ഡബിൾ ചെയ്ത് ആ ഉണ്ടാക്കിയ ഹൈബ്രിഡിന് ഇട്ട പേരാണ് റാഫനോ ബ്രാസിക്ക. പക്ഷേ പുതിയ ആ ഒരു സ്പീഷീസിൽ റൂട്ട് ഓഫ് ക്യാബേജ് ആൻഡ് ലീവ്സ് ഓഫ് റാഡിഷ് ആണ് ഉണ്ടായത്. ക്യാബേജിൻ്റെ റൂട്ടും റാഡിഷിൻ്റെ ലീഫുമായിരുന്നു ഉണ്ടായത്. യൂസ്ലെസ് കോമ്പിനേഷൻ ആയിരുന്നു. അദ്ദേഹം വിചാരിച്ച പോലെ റിസൾട്ട് ഉണ്ടാവും, പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ജനറിക് ഹൈബ്രിഡൈസേഷൻ അത് യൂസ്ലെസ് കോമ്പിനേഷൻ ആയിപ്പോയി. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രിറ്റിക്കം ഈസ്റ്റീവം വീറ്റ് അതും സീക്കേൽ സെറൈൽ എന്ന് പറയുന്ന റൈ അവ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കിയ ട്രിറ്റിക്കേൽ എന്ന് പറഞ്ഞ ആ ഒരു സ്പീഷീസ് അത് സക്സസ്ഫുള്ളായിരുന്നു. ട്രിറ്റിക്കേൽ ഹാസ് ദ yield പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രെയിൻ ക്വാളിറ്റി ഓഫ് വീറ്റ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് റൈ. ആ ട്രിറ്റിക്കേൽ എന്ന് പറഞ്ഞ ആ ഒരു ഹൈബ്രിഡിന് വീറ്റിൻ്റെ ക്വാളിറ്റിയും ഗ്രെയിൻ ക്വാളിറ്റിയും റൈൻ്റെ ഹാർഡ്നെസ്സും ഉണ്ടായി. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എൻ്റെ ടോപ്പിക് പ്രൊസീജിയർ ഓഫ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ആദ്യം തന്നെ എന്താണ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്? വളരെ എഫക്റ്റീവ് ആയതും അതുപോലെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡാണ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ. ഒരു പ്ലാന്റിനെ അതിൻ്റെതായ എൻവയോൺമെന്റിൽ നിന്നും പുതിയൊരു എൻവയോൺമെന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണിത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് മെറ്റീരിയൽസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ക്രോപ്പിന്റെ പുതിയ വെറൈറ്റീസോ അല്ലെങ്കിൽ അതിന്റെ വൈൽഡ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ എൻ്റെ പുതിയൊരു സ്പീഷീസോ ആവാം. പ്ലാന്റ് ഇൻട്രൊഡക്ഷന് മെയിൻലി 6 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ പ്രൊക്യൂർമെന്റ് ഓഫ് ജേർംപ്ലാസം, സെക്കൻഡ് വൺ ക്വാറന്റൈൻ, തേർഡ് വൺ കാറ്റലോഗിംഗ്, ഫോർത്ത് വൺ ഇവാലുവേഷൻ, ഫിഫ്ത്ത് വൺ അക്ലമറ്റൈസേഷൻ, ലാസ്റ്റ് സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊക്യൂർമെന്റ് ഓഫ് ജേർംപ്ലാസം. ഒരു ക്രോപ്പ് പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് NBPGR അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് IBPGR ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. അവിടെ നിന്നുമാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലാന്റ് മെറ്റീരിയലിന്റെ ജേർംപ്ലാസം ലഭിക്കുന്നത്. അത് ഒന്നെങ്കിൽ ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് വഴിയോ ആയിരിക്കും. ജേർംപ്ലാസത്തിന്റെ എക്സ്ചേഞ്ച് വഴിയോ ആയിരിക്കും നമുക്ക് ജേർംപ്ലാസം ലഭിക്കുന്നത്. പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിനെ പ്രൊപ്പഗ്യൂൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രോപ്പ് സ്പീഷീസിന് അനുസരിച്ച് അത് സീഡ്സോ, ട്യൂബേഴ്സോ, റണ്ണേഴ്സോ, സക്കേഴ്സോ അല്ലെങ്കിൽ റൂട്ട് കട്ടിങ്സോ ആകും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാറന്റൈൻ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ് മെറ്റീരിയലും തറോലി ഇൻസ്പെക്ട് ചെയ്യുന്നു. കണ്ടാമിനേഷൻ ഉണ്ടോ, ഡിസീസ് ഇൻഫെക്റ്റഡ് ആണോ, വീഡ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ, ഇൻസെക്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം തറോലി ഇൻസ്പെക്ട് ചെയ്യുന്നു. എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്ന പ്ലാന്റ്സിനെ ഫ്യൂമിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഐസൊലേറ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഈ എൻറ്റയർ പ്രോസസ്സിനെയാണ് പറയുന്നത് ക്വാറന്റൈൻ എന്ന്. ഇതിനോടനുബന്ധിച്ചുള്ള റൂൾസ് ആണ് ക്വാറന്റൈൻ റൂൾസ്. ഒരു പ്ലാന്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു ഒതന്റിക് ആയിട്ടുള്ള ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. ഈ ക്വാറന്റൈൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക മാത്രമേ ഫൈറ്റോ സാനിറ്ററി സർട്ടിഫിക്കറ്റ് അതിന് ലഭിക്കൂ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാറ്റലോഗിംഗ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്ലാന്റ് മെറ്റീരിയലിനും ഒരു എൻട്രി നമ്പർ കൊടുക്കുന്നുണ്ട്. അത് ഏജൻസിയോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഒറിജിനോ അതിന്റെ അഡാപ്റ്റേഷനോ റിഗാർഡ് ചെയ്തായിരിക്കും ആ എൻട്രി നമ്പർ കൊടുക്കുന്നത്. മെയിൻലി പ്ലാന്റ് മെറ്റീരിയൽസിനെ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എക്സോട്ടിക് കളക്ഷൻ, സെക്കൻഡ് വൺ ഇൻഡിജീനസ് കളക്ഷൻ ആൻഡ് തേർഡ് വൺ ഇൻഡിജീനസ് വൈൽഡ് കളക്ഷൻ. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. NBPGRൽ നിന്നോ അല്ലെങ്കിൽ IBPGRൽ നിന്നോ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത പ്ലാന്റ് മെറ്റീരിയൽ ഫർദർ അതിന്റെ സബ്സ്റ്റേഷൻസിലേക്കാണ് അയക്കാറ്. അവിടെ വെച്ച് അത് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ആ പ്ലാന്റ് മെറ്റീരിയൽ ഇൻട്രൊഡക്ഷന് വേണ്ടി പൊട്ടൻഷ്യൽ ഉള്ളതാണോ എന്നെല്ലാം ഫർദർ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്ലമറ്റൈസേഷൻ ആണ്.
ഒരു ക്രോപ്പ് പ്ലാന്റ്, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്രോപ്പ് പ്ലാന്റ് പുതിയ എൻവയോൺമെന്റിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്ലമറ്റൈസേഷൻ. അവിടെ ഉണ്ടായിരുന്ന അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒറിജിനൽ പോപ്പുലേഷനിലെ വേരിയബിലിറ്റി നാച്ചുറൽ സെലക്ഷൻ നേടുകയും അത് തന്നെയാണ് അക്ലമറ്റൈസേഷന് ഫർദർ ലീഡ് ചെയ്യുന്നത്. എത്രത്തോളം അക്ലമറ്റൈസേഷൻ ഉണ്ടാകുമെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ക്രോപ്പിന്റെ ജനറ്റിക് വേരിയബിലിറ്റി ആണ്. എത്രത്തോളം ഇനിഷ്യൽ വേരിയേഷൻ ഉണ്ടാകുന്നോ അത്രത്തോളം തന്നെ അക്ലമറ്റൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട പ്ലാന്റ് മെറ്റീരിയൽ ഫർദർ മൾട്ടിപ്ലൈ ചെയ്യുകയും പല ലൊക്കേഷൻസിൽ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ആ പ്ലാന്റ് മെറ്റീരിയൽ കൊമേഴ്ഷ്യൽ വെറൈറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ എന്ന് പല ഒരു കൺട്രിയിലെ പല റീജിയൻസിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ കൊമേഴ്ഷ്യൽ വെറൈറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് പ്രൊസീജിയേഴ്സ് ഓഫ് പ്ലാന്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്.